നിങ്ങൾ ഇതുവരെയും തിരുച്ചെന്തൂരിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ദൈവീക യാത്രയ്ക്ക് തുടക്കം കുറിക്കൂ. തിരുച്ചെന്തൂർ എന്നാൽ തമിഴിൽ പവിത്രവും മനോഹരവുമായ പട്ടണം എന്നാണ് അർത്ഥം. ക്ഷേത്രം ശിവപാർവതിമാരുടെ പുത്രനായ മുരുക ഭഗവാന്റെയാണ്. മുരുക ഭഗവാൻ ശൂരപത്മൻ എന്ന അസുരനെ കീഴടക്കിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. ദർശനം കാത്തിരിക്കുന്നത് ചിലപ്പോൾ 1 മുതൽ 7 മണിക്കൂർ വരെ ആയാലും ആ ഒരു നിമിഷം ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ മനസ്സിനും ശരീരത്തിനും ലഭിക്കുന്ന സംതൃപ്തി വാക്കുകൾക്കും അപ്പുറമാണ്. ഭഗവാന്റെ ഒറ്റ ദർശനം നമുക്ക് കിട്ടിയാൽ, അതിനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടായാൽ, ഭഗവാനെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ അനേകം ജന്മങ്ങളിലുണ്ടായ പാപങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. വിശ്വാസമല്ല, അതൊരു അടിയുറച്ച സത്യം തന്നെയാണ്. തിരുച്ചെന്തൂർ ദർശനം കൊണ്ട് മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും ആത്മശുദ്ധിയും വർണ്ണിക്കാൻ കഴിയാത്ത ഒരു ഘടകം തന്നെയാണ് കേട്ടോ. പൂജകളുടെയോ വഴിപാടുകളുടെയോ ഒരു ആവശ്യവുമില്ല, ഭഗവാന്റെ ദർശനം മാത്രം മതി. ഭഗവാന്റെ സന്നിധിയിൽ നമ്മൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, അത് 5 രൂപയോ 10 രൂപയോ 50 രൂപയോ 100 രൂപയോ ആയിക്കോട്ടെ, അർഹതപ്പെട്ട കുറേ മനുഷ്യ ജീവിതങ്ങൾ നമുക്കവിടെ കാണാനായി സാധിക്കുന്നതാണ്. അവർക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്തു തന്നെയാണെങ്കിലും അത് നമ്മളെ കൊണ്ടാവുന്നത് പോലെ കൊടുത്തതിന് ശേഷം ശുദ്ധ മനസ്സോടെ ഭഗവാന്റെ അരികിലേക്ക് ചെല്ലൂ. ഭഗവാൻ മുരുകൻ കൂടെ ഉണ്ടാവും. ഈ കലിയുഗത്തിൽ ഭഗവാനെ സ്മരിക്കലും ദർശിക്കലും മാത്രമാണ് മുക്തിയുടെ വഴി. ഭഗവാൻ നമുക്ക് ദർശനം തരുമ്പോൾ ഏവരുടെയും ചുണ്ടുകളിൽ ഒരൊറ്റ ദൈവീക ശബ്ദം മാത്രം, ഹര ഹരോ ഹര ഹര. ഇനി തിരുച്ചെന്തൂർ ദർശനം എങ്ങനെയാണ് സമ്പൂർണ്ണമാവുന്നത്? നമ്മൾ ആദ്യം തിരുച്ചെന്തൂരിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ കടലിൽ പോയി ഒന്ന് കുളിക്കുക എന്നുള്ളതാണ്. ശേഷം തൊട്ടടുത്തുള്ള നമ്മുടെ നാഴീക്കിണറിലും പോയി ഒന്ന് കുളിക്കുക. അവിടെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സ് മാറാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം തൊട്ടടുത്തൊരു ഗണപതി കോവിലുണ്ട്. അവിടെ പോയി ഭഗവാൻ ഗണപതിയുടെ ദർശനവും വാങ്ങി തേങ്ങ ഉടച്ചതിന് ശേഷമാണ് മുരുക ഭഗവാന്റെ സന്നിധിയിലേക്ക് നമ്മൾ എത്തേണ്ടത്. അപ്പോൾ എല്ലാവർക്കും തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും ദർശനവും എന്നും ഉണ്ടാവട്ടെ. ഹര ഹരോ ഹര ഹര.